വരൂട്ടോ, വരൂ. ഇത്രയും നാളും നമ്മൾ കേരളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ഒരാൾ ഇങ്ങോട്ട് വന്ന് പറയുന്നത് ഇവിടെ എല്ലാം ഒന്ന് ചുറ്റി കാണിക്കാന്ന്. അതുകൊണ്ട് തിരുമേനിക്ക് നിങ്ങളെ ഭയങ്കര ഇഷ്ടമായി. എന്നെ ഇങ്ങനെ പൊക്കൊന്നും വേണ്ട, അതെ ഞാൻ എന്റെ കടമ നിർവഹിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ അങ്ങനെയൊക്കെയാണല്ലേ കാര്യങ്ങള്. അയ്യോ, തീരെ ഉള്ള പരിപാടിയാ. കേരളത്തിൽ വന്നു കഴിഞ്ഞാൽ അപ്പ തന്നെ മുങ്ങും, പിന്നെ പോവാൻ നേരമാ കാണാറ്. വരിക. നമ്മളെ ഇതുവരെ ആരും ഇത്തരത്തിൽ മനസ്സറിഞ്ഞ് സ്വീകരിച്ചിട്ടില്ല. അത് കുറച്ച് കഴിയുമ്പോളെ മനസ്സിലായിക്കോളും. വല്ലതും പറഞ്ഞായിരുന്നോ? കറിക്ക് വല്ല ചിക്കനോ മട്ടനോ വല്ല വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അയ്യോ, നമുക്കതോ? നമ്മൾ പ്യുവർ വെജിറ്റേറിയൻ അല്ലേ. സത്യം. രാവിലെ അമ്പലത്തിലൊക്കെ പോയല്ലേ? പോന്നോ? ഡെയിലി ഞാൻ പോവും. ആഹാ, എന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ നിന്നല്ലയോ. രാവിലെ ഒന്നും അമ്പലത്തിൽ നിന്ന് അവലും മലരും കിട്ടുന്നോണ്ട് മാത്രം ഇങ്ങനെ ചിത്തരം കാണിച്ചോണ്ട് പോകുന്നേ. എന്തു പറ്റി സോദര? എന്റെ മക്കളുടെയും ഭാര്യയുടെയും കാര്യം ഓർത്ത് എനിക്ക് വിഷമം വന്ന. അയ്യോ, എന്ത് വേണം പറ, ഞാൻ എന്ത് സഹായം ചെയ്തു തരാം. എന്നെ സ്വാഗതം ചെയ്ത് നിങ്ങൾക്ക് ഞാൻ എന്ത് വേണേലും ചെയ്തു തരാം. കണ്ടോ, ഞങ്ങളൊക്കെ പട്ടിണിയാ, ഈ വീട് മൊത്തം ജപ്തി ചെയ്യുക. ഞങ്ങളെ ഒന്ന് സഹായിക്കണം. നിങ്ങൾക്ക് കഴിക്കാൻ വെച്ചിരുന്ന ഈ വറ്റ് പോലും എനിക്ക് കഴിക്കാൻ തന്നില്ലേ? ഞാൻ നിങ്ങളെ ഉറപ്പായിട്ട് സഹായിക്കും. നല്ല സൂപ്പർ മാവേലിയ, തങ്കക്കുടം. നിങ്ങൾക്ക് കിട്ടാവുന്നതിൽ ഏറ്റവും ബെസ്റ്റ് മാവേലി ഇത് തന്നെ. 2500 വെച്ച് ഡെയിലി തന്നാൽ മതി, നമ്മൾ ഇതങ്ങോട്ട് ഉറപ്പിക്കുന്നു. ആ ബംഗാളി വരാന്ന് പറഞ്ഞ 700 രൂപ ഒരു പൊതിച്ചോറും കൊടുത്തു കഴിഞ്ഞാലുണ്ട് അവൻ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഇവിടെ നിൽക്കും. ഇത് ചില കൂടുതലാട്ടോ. തങ്കസാവ അങ്ങ പാറ് പാറ്. ആ തേജസ് കണ്ട, ഓജസ് കണ്ട, ആ ഓഞ്ഞ നിപ്പ് കണ്ട. ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്താന്നു ഇതിനെ. സാർ അങ്ങോട്ടും ഇങ്ങോട്ടും പേശലൊന്നുമില്ല. 1500 രൂപ. ഇൻ കേസ് നഷ്ടം വന്നാൽ സഹിച്ചോണം. പൊന്നോണമായിട്ട് 1000 രൂപ അഡ്വാൻസ് പ്ലീസ്. എനിക്ക് ഈ കടയിൽ നല്ല കട ഉണ്ട്. അപ്പം മാവേലി കുറച്ച് നേരം കടയുടെ ഫ്രണ്ട് നിൽക്കാമെങ്കിൽ കടത്തിൽ നിന്ന് എന്തെങ്കിലും കുറച്ച് തരാമെന്ന് അവിടുത്തെ പുള്ളി പറഞ്ഞു. ഞാനപ്പോ നിൽക്കും. റിയലി? സത്യം. മൊത്തം ഉടായ്പ സാധനമാണ്. ഒറിജിനൽ ആയിരുന്നു ഞാൻ എപ്പോൾ അടിച്ചോണ്ട് പോയാൽ നോക്കിയാൽ മതിയായിരുന്നു. ഒറിജിനലാടാ പൊട്ടാ. അല്ല, ഈ മാവേലി എന്നൊക്കെ പറഞ്ഞാലേ കുറച്ച് വണ്ണവും വയറും ഒക്കെ വേണ്ട. ഇത് ചുമ്മാ കഞ്ഞി വെക്കുന്ന വീട്ടിൽ കിടക്കുന്നതാന്ന് തോന്നത്തില്ല. അയ്യേ, ഇവനാണോ മാവേലി? ഓരോരുത്തന്മാര് പടം വരച്ചനെ കോളമാക്കി വെച്ചിട്ടുണ്ട്. ശരിക്കും മാവേലി കണ്ട മനസ്സിലാക്കാൻ പറ്റാത്ത പൊട്ടന്മാരെ. എടാ, പാതാളത്തിൽ ജിമ്മൊക്കെ ഉണ്ടറാ. ഞാൻ ജിമ്മിൽ പോന്നെയാ. ആ വെളിയിലോട്ടെ കൈയിട്ടെ ആൾക്കാരൊക്കെ ഒന്ന് വിളിക്ക്. സോദര, ഞാനൊരു ചേച്ചിയെ കൈ കാണിച്ചതാ. അവര് ചെരുപ്പൂരി ഇങ്ങനെ കാണിച്ചു. അതെ, മേലനങ്ങിയൊക്കെ ഒന്ന് നിക്ക്. വൈകിട്ട് ഒരുത്തൻ 1500 കുണവ മേടിക്കാൻ വരും. സ്നേഹസമ്പന്നനായ എന്നെ ചുമ്മാ അല്ല വാമനം ചവിട്ടി പാതാളത്തിലോട്ട് വിട്ടത്. ഇതൊന്നും കാണാതിരിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. എങ്ങനെ ഉണ്ടായിരുന്നു കച്ചവടമൊക്കെ? കുഴപ്പമില്ല, ഓണമൊക്കെ അല്ലേ, ഇങ്ങനെ നടന്നു പോകുന്നുണ്ട്. അതെന്തോ നേരെ അതുകൊണ്ട് നേരെയാക്കി വെച്ച്. എന്നാ ഞാൻ ശരി പോവാന്നേ. പിന്നെ ഓണമൊക്കെ അല്ലേ, നല്ല തിരക്കായിരിക്കും, നല്ല പഠിച്ച കള്ളന്മാരുണ്ടായിരിക്കും. എല്ലാം ഒന്ന് സൂക്ഷിച്ചേക്ക് കേട്ടോ. ലീവ് എടുത്ത് കച്ചവടം ചെയ്യുന്ന SA സുഖുവിനെ പറ്റിക്കാനുള്ള കള്ളന്മാർ അതൊന്ന് കാണണമല്ലോ. ബംഗാളി പറഞ്ഞു വിട്ടിട്ട് നമ്മുടെ മാവേലി നിർത്ത്. ഓണമൊക്കെ വരുമല്ലയോ, ആൾക്കാർക്ക് ഒരു ഗുമ്മായിക്കോട്ടെ. ആൾക്കാർ ചാടിപ്പറിച്ചിങ്ങോട്ട് വരുമെന്ന്. ഇല്ല, അങ്ങനെ ചാടി തോളുന്നു. നമ്മളിതങ്ങോട്ട് ഉറപ്പിക്കുക 2000 രൂപ. ഇങ്ങോട്ട് വന്നു 1500 ഒരു ബിരിയാണി ഉറപ്പിച്ച്. ചേട്ടോ, താൻ ഇവിടെ എന്തെടുക്കുവാ? ഇന്ന് കാറ്റ് കൊള്ളുന്നോ? വിളിച്ച ആളിനെ കേട്ടോ, ചുമ്മാ നിർത്തിയേക്കൊന്നല്ലോ. വിളിച്ച് ഊത്തക്കടിച്ച അവളെ അകത്തോട്ട് കയറ്റി. അയ്യോ, കാറ്റിനെ തഴുകാനല്ല പറഞ്ഞ, ആളിനെ വിളിച്ച് കയറ്റുന്നു. വാ കേറ്. അങ്ങനെ പറയാം അങ്ങോട്ട്. ഒന്ന് കേറിയിട്ട് വാ. ഓ വേണ്ട ചേട്ടാ. അതെ, 3 മണിയായി, വിശക്കുന്നു. ഇന്നത്തെ നിന്റെ ടാർഗറ്റ് 100 വണ്ടിയാ. അത് കംപ്ലീറ്റ് ആകാൻ പച്ച വെള്ളം ചടിച്ചില്ല. മര്യാദയ്ക്ക് വിളിക്കണം.
വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വെള്ളം അടിച്ച്. നിങ്ങൾക്ക് നാണമില്ലയോ ഒരു മഹാത്മാവിൻ ഡ്രസ് ഇട്ടുണ്ട് ഇങ്ങനെ വെള്ളം അടിച്ച് നടക്കാൻ? രാവിലെ മുതൽ ഞാൻ വെയിലത്ത് നിൽക്കുക, അതാ കണ്ണൊക്കെ ചുമന്നിരിക്കുന്നത്. അയ്യോ പാവം, നല്ല പോലെ കഷ്ടപ്പെടുന്നുണ്ടല്ലേ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് വൈകിട്ട് ഒരു കാർണിവലുണ്ട്, അവിടെ പോയി എൻജോയ് ചെയ്താലോ? കൊള്ളാല്ലേ? ഞാൻ വിചാരിച്ച എന്നെ എല്ലായിടം കൊണ്ട് കാണിക്കാന്നും പറഞ്ഞ് പറ്റിക്കുമായിരിക്കും. പറ്റിക്കാനോ? ഞാൻ പറ്റിക്കാനോ? ഞാൻ അങ്ങനെ പറ്റിക്കോ? പിന്നെ ആ കാണുന്ന ഗേറ്റ് കണ്ടോ? നല്ല ഗേറ്റ്. നമുക്ക് കുറച്ചേരം അവിടെ പോയി നിന്നാലോ? എന്തിന്? അവിടെ നിൽക്കാനേ ആരുമില്ലാന്നു. അപ്പൊ എന്നോട് ചോദിച്ചു രാത്രി കുറച്ചു നേരം നിൽക്കാവോന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു എന്തിനാ രാത്രിയാക്കുന്നേ, രാവിലെ വരെ നിൽക്കാന്ന്. നിക്കത്തില്ലേ? കുറച്ചേരം നിന്നാ മതി. ആഹാ, എന്തോ ഇത്ര ക്ഷീണം? 3-4 ദിവസം ഒന്ന് രാവും പോയില്ലെന്ന് വർക്ക് ചെയ്ത്, അത് ഇത്ര ക്ഷീണം വേണോ? എനിക്ക് വാക്ക് തന്നാ എനിക്ക് വേണ്ടി കഷ്ടപ്പെടാന്ന്, എന്നിട്ട് മാറ്റി പറഞ്ഞോണ്ടല്ലോ. അതുകൊണ്ട് മാത്രം ചവിട്ടി താഴ്ത്തിയാന് വല്ലതും പറഞ്ഞായിരുന്നോ? തുണിക്കടയെന്ന് പറഞ്ഞു വിട്ട്, ഹോട്ടലിൽ നിന്ന് പറഞ്ഞു വിട്ട്, പിന്നെ ആക്കെ ഉണ്ടായിരുന്ന കാർണിവലിൽ നിന്നും അവിടുന്ന് പറഞ്ഞു വിട്ട്. ഇനി എവിടെ പോയി എങ്ങനെ പൈസ ഉണ്ടാക്കുന്ന വല്ല വിചാരം ഉണ്ടോ? എന്താ പറഞ്ഞാലും എനിക്കിന്ന് റെസ്റ്റ് വേണം, എനിക്ക് വയ്യ. ഞാനത്ര പാപിയൊന്നും അല്ല, ഇന്ന് റെസ്റ്റ് എടുത്തോ. ഒരു ദിവസം ലീവ് തരാന്ന് പറഞ്ഞപ്പോ ഇങ്ങനെയാന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. കോളേജിൽ ഒരു നല്ല കാര്യത്തിന് വേണ്ടി കൊടുത്തില്ലയോ? വാടകയ്ക്ക് കൊടുത്തതാ, വൈകിട്ടും കിട്ടും. അതുവരെ എന്തെങ്കിലും എടുത്തിട്ട് എൻ്റെ ഷഡ്ഡി ഒക്കെ കിടപ്പോട്ട് എടുത്തിട്ട് ബനിയനുണ്ട്. നമുക്ക് എന്റെ ഡ്രസ്സ് തന്നെ ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ. എന്നൊരു കാര്യം ചെയ്യും, ആ നഗ്നനായിട്ട് രാത്രി വരെ ബാത്റൂമിൽ അങ്ങ് നിന്നോ. അയ്യേ, ആരെങ്കിലും വന്നാലോ? ആരെങ്കിലും വന്നാ നിങ്ങളല്ല, അവര് വിളിച്ചോളൂ അയ്യേന്ന്. ക്ഷമിക്കാവുന്ന പരമാവധി ഞാൻ ക്ഷമിച്ച്, ഇനി നിനക്ക് മാപ്പില്ല. ഒന്നും ചെയ്യരുത്. ഇന്നാ പിടിച്ചോ. യു ആർ അണ്ടർ അറസ്റ്റ്. അയ്യോ സാറേ, ഞാൻ പണി എടുപ്പിച്ചിട്ടേ ഉള്ളൂ, ഞാൻ ചെയ്തിട്ടില്ല. താനോ? കണ്ട ഷോപ്പിലെ അല്ല പേടിഎം മെഷീൻ അടിച്ചോണ്ട് പോലെ അവന്റെ ജോലി, അതിൽ പൈസ ഉണ്ടെന്ന് ചെല്ലി. നന്ദിയുണ്ടേ. കള്ളപ്പന്നി എന്റെ അടുത്ത് ഹെൽപ്പ് ചോദിച്ചേ, ഞാനങ്ങ് സമ്മതിക്കുകയും ചെയ്തു. കൊടുക്കുകയാണെന്നും ചെല്ലിയേ പേടിഎം മെഷീൻ തല്ലി പൊട്ടിച്ച് നോക്കിയതാ. എന്തോ ചെയ്യാൻ അതിനെതിരെ ഇങ്ങോട്ട് വന്നേ? താനൊരു ATM മെഷീൻ അടിച്ചു മാറ്റിയെന്ന് ഇവൻ പറഞ്ഞല്ലോ. അയ്യോ സാറേ, അടിച്ചു മാറ്റി എന്നുള്ള സത്യമാ. ഇവിടെ കൊണ്ടുവന്നപ്പോൾ ആഞ്ഞത് അത് ഈ പാസ്ബുക്ക് ഒക്കെ പ്രിന്റ് ചെയ്യുന്ന മെഷീനാണ്. എന്നിട്ട് പ്രിന്റ് ചെയ്തോ? ഇല്ലെങ്കിൽ ഇങ്ങി വാ, സ്റ്റേഷനിൽ പോയിട്ട് നമുക്ക് പ്രിന്റ് ചെയ്യാം. വാ. ഇനി ഇവിടെ നിന്നാ ശരിയാവത്തില്ല. എന്നാ നീ ഇങ്ങി വാ.